മരം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ആവക്കാഡോ മരമാണ്. നമുക്ക് ഷെയ്ക്ക് അടിക്കാൻ പറ്റും. ബ്രെഡിനെ കൂടി ഇത് നമ്മൾക്ക് കഴിക്കാം. നല്ലൊരു ഫ്രൂട്ടാണിത്. ഇത് തായ്ലാൻഡ് പേരയാണ്. വിദേശീയ ഫ്രൂട്ടാണ്. കാണാനും ഭംഗിയാണ്. നല്ല വലിയ പഴമാണ് പേരയ്ക്ക. ഇത് സീതപ്പഴം എല്ലാവർക്കും അറിയാമല്ലോ. നല്ല പഞ്ചസാരയുടെ തരിയുള്ളത്. ആത്തച്ചക്ക പോലെ ഇരിക്കും സീതപ്പഴം. നല്ലൊരു ഫ്രൂട്ടാണ്. ഇതെൻ്റെ അച്ചിങ്ങയാണ്. നല്ല നീളത്തിലുള്ള പയറാണ്. കാണാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്. ഇത് അന്നാരച്ചക്ക. ഇത് സ്റ്റാർ ഫ്രൂട്ടാണ്. നല്ല വാട്ടർ കണ്ടൻ്റുള്ള പഴമാണ്. ചൂട് സമയത്തെല്ലാം നമുക്ക് ഇത് ഒരെണ്ണം കഴിച്ചാൽ വിശപ്പും ദാഹവും കെടും. കൊളസ്ട്രോളിനും ഷുഗറിനും ബെസ്റ്റാണിത്. ഇത് പൈനാപ്പിൾ. ഇതുവരെ ഫ്രൂട്ട് വന്നിട്ടില്ല. നല്ല ഗ്രോത്ത് ഉണ്ട്. ഇത് ഫാഷൻ ഫ്രൂട്ടാണ്. നട്ടിട്ടേ ഉള്ളൂ. ഗ്രോത്ത് ഉണ്ട്. ഇത് എൻ്റെ തായ്ലാൻഡ് ജാമ്പയാണ്. റെഡ് കളറാണ്. നല്ല ടേസ്റ്റിയാണ്. 10-15ഓളം കിട്ടിയായിരുന്നു. ഈ വർഷം എനിക്ക് കായ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ചിക്കുവാണ് എൻ്റെ. നല്ല ടേസ്റ്റിയാണ്. ഇത് പറിച്ച് നമ്മൾ വെക്കണം. 2-3 ദിവസം കഴിയുമ്പോൾ ഇത് പഴുക്കും. നല്ല കടും മധുരമാണ്. ഒത്തിരി ഉണ്ടായി, വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഇതിന് വേണ്ട വളവും എല്ലാം കൃത്യമായി വെള്ളവും എല്ലാം ഒഴിച്ചു കൊടുക്കണം. ഇത് എൻ്റെ ബുഷ് ഓറഞ്ചാണ്. എന്താ ടേസ്റ്റ് ഇത്! നല്ല ജ്യൂസാണ്. ഒത്തിരി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗസ്റ്റ് വന്നാൽ നമ്മൾക്ക് വേഗത്തിൽ വന്ന് പറിച്ചുകൊണ്ട് അല്പം പഞ്ചസാരയും ജ്യൂസറിൽ വെള്ളം ഒഴിച്ച് ഒരു ബാലൻസ് ചെയ്യാനായിട്ട് പൊടി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ലൈമായിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇത് എൻ്റെ അനാറാണ്. കാ പിടിച്ചിട്ടില്ല, ഗ്രോത്ത് ഉണ്ട്. ഇതെൻ്റെ ഫാഷൻ ഡ്രാഗൺ ഫ്രൂട്ടാണ്. റെഡാണ്. ഇതുവരെ കാ വന്നിട്ടില്ല. ഇത് വാഴ, ഏത്തവാഴ. ടേസ്റ്റിയാണ്. ഇത് ഞാൻ നട്ടേ ഉള്ളു. വിയറ്റ്നാം മേളി സൂപ്പർ. നമ്മൾക്ക് പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ ചക്ക കിട്ടാൻ തുടങ്ങും. ഇത് ചേന. ഇതെല്ലാം ചേന. പിന്നെ ചേമ്പ്, ചെറുചേമ്പ്. ഇത് സ്റ്റാർ ഫ്രൂട്ട്. ഇത് വിദേശീയ ഫ്രൂട്ട് മാംഗോ. കുരുട്ട് പിടിച്ചാണ്. ഒരു 3 years കഴിയുമ്പോൾ ഇത് കായ്ക്കും.
ഇതെൻ്റെ ഒടിച്ചു കുത്തി നാരകമാണ്. ഒരു കമ്പ് ഒടിച്ചു വെച്ചിട്ട് കാ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും മാംഗോയാണ്. ഒരു 3 years കഴിയുമ്പോൾ കായ്ക്കും. കാരണം ഇത് നമ്മൾ തിന്നിട്ട് കുരു ഇട്ട് പിടിച്ചതാണ്. അതുകൊണ്ടൊരു 3 years പിടിക്കും. എൻ്റെ ബേറാപ്പിളാണ്. നല്ല ടേസ്റ്റിയാണ് ബേറാപ്പിൾ. ഒരു ആപ്പിളിൻ്റെ ടേസ്റ്റാണ്. ഒരു നെല്ലിക്കട വലിപ്പമുള്ളൂ, എങ്കിലും ഒത്തിരി കായ്ച്ച്. മാക്സിമം ഫ്രൂട്ട്സ് ഇപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിലുണ്ട്. ഇത് വെണ്ട, ആനക്കൊമ്പൻ വെണ്ട. ഇത് വിത്തിട്ട് പിടിപ്പിച്ചതാണ്. ഒത്തിരി കിട്ടിയായിരുന്നു ആനക്കൊമ്പൻ വെണ്ട. ഇത് ചക്കരവള്ളി എന്ന് പറയും. നല്ല ടേസ്റ്റാണ് ഈ വാഴപ്പഴം. ഇത് എൻ്റെ പൈനാപ്പിളാണ്. കാ പിടിച്ചിട്ടുണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട്. ഇത് പൂവൻ പഴമാണ്. ഒത്തിരി ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഡ്രമ്മിലാണ് വെച്ചേക്കണത്. ഇത് ആത്തച്ചക്കയാണ്. ഗ്രോത്ത് ഉണ്ട്, കാ വന്നിട്ടില്ല. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണ്. വൈറ്റാണ്. ഒരു 5 എണ്ണം കിട്ടിയായിരുന്നേ. നന്നായിട്ട് വരുന്നുണ്ട്. ഇത് കപ്പലണ്ടിയാണ്. നല്ല ഗ്രോത്ത് ഉണ്ട്. നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണം. ഇതിൻ്റെ കമ്പെല്ലാം ഉണങ്ങി കഴിയുമ്പോഴാണ് ഇത് പറിക്കാറായ സമയം. പച്ചക്കപ്പലണ്ടിയിട്ട് മുളപ്പിച്ചതാണ്. നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ചെറുനാരകമാണിത്. ഇതും കുരുട്ട് പിടിച്ചതാണ്. ഇത് ഞാൻ തായ്ലാൻഡ് ദേശീയ പേര് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിൻ്റെ ഒരു കമ്പെടുത്തിട്ട് പിടിപ്പിച്ചതാണ്. ഇത്രയുമാണ് എൻ്റെ ടെറസിലെ കാഴ്ചകൾ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കടന്നു വരും. ഇത് മാക്സിമം നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും അടിക്കണേ. ശരി, എന്നാൽ ഓക്കെ.